പ്രതിഷേധവും സംഘർഷവും തൃശൂർ കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ. അടിയന്തര കൗൺസിലിൽ ചർച്ച പൂർത്തീകരിക്കാതെ മേയർ യോഗം പിരിച്ചുവിട്ടു. മേയറെ ഉപരോധിച്ച് പ്രതിപക്ഷം. കോർപ്പറേഷന്റെ അയ്യന്തോളിലെ അപകടാവസ്ഥയിലായ പഴയ കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന അജണ്ടയോടെയാണ് അടിയന്തര കൗൺസിൽ യോഗം ആരംഭിച്ചത്. നിലവിൽ കെട്ടിടത്തിലുള്ള 12 വ്യാപാരികളുടെയും പുനരധിവാസം ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളടക്കം യോഗം ചർച്ച ചെയ്ത് പാസാക്കി. 1 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ അജണ്ടയിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മേയർ പലപ്പോഴും രംഗത്ത് വന്നു. ഇത് ഗൗനിക്കാതെ പ്രതിപക്ഷാംഗങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചതോടെ മറ്റ് അജണ്ടകൾ വായിച്ചു പാസാക്കി മേയർ യോഗം പിരിച്ചുവിടുകയായിരുന്നു. ഇതോടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് മേയറുടെ ചേംബറും ഉപരോധിച്ചു. കോൺഗ്രസിന് പിന്നാലെ BJP അംഗങ്ങളും ഉപരോധവുമായി രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് മറികടന്ന് കോർപ്പറേഷൻ നടത്തിയ നികുതി പിരിവിനെതിരെ 198 പേർ ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. ഇത് നിരീക്ഷിച്ച കോടതി അധിക നികുതിയായി കോർപ്പറേഷൻ പിരിച്ചെടുത്ത തുക ജനങ്ങൾക്ക് തിരികെ നൽകണമെന്ന് നിർദ്ദേശിച്ചു. ഇക്കാര്യങ്ങൾ മറച്ചുപിടിക്കാൻ ജനങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് മേയറെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 200ഓളം വരുന്ന നികുതിദായകരെ കോർപ്പറേഷനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. അതിൽ ഹൈക്കോടതി ഒരു വിധിന്യായം പ്രഖ്യാപിക്കുകയുണ്ടായി. 16 മുതൽ മേടിച്ച അധിക നികുതി തിരിച്ചു കൊടുക്കണം, അത് വാങ്ങാൻ പാടില്ലെന്നും ഹൈക്കോടതി വിധിയിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അത് കൂടുതൽ സംസാരിക്കുമെന്ന് മനസ്സിലാക്കിയ മേയറും CPM നേതാക്കളും ആ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒളിച്ചോടുവാനുണ്ടായത്. ഇത് തൃശ്ശൂർ ജനതയുള്ള വഞ്ചനയാണ്. ഹൈക്കോടതി വിധി കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ അപ്പീൽ പോയിരിക്കുകയാണ് മേയർ. അപ്പീലിന് പോയി നടപടി പിൻവലിക്കണം. മാത്രമല്ല ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നിന്നും ഈ തുക മുഴുവൻ ഈടാക്കണം. 3 വർഷത്തിൽ കൂടുതൽ പുറകിലോട്ടുള്ള നികുതി പിരിക്കാൻ പാടില്ല എന്ന മുനിസിപ്പാലിറ്റി ചട്ടം നിലനിൽക്കെ 7-8 വർഷത്തെ നികുതിയാണ് പലിശയും പഴപ്പലിശയും അടക്കം ജനങ്ങളെ ഇന്ന് കൊള്ളയടിച്ചത്. 198ഓളം ആളുകൾ പോയ കേസിൽ കോടതി ഒരു പൊതുവിധി ന്യായം വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ബാധകമായ വിധിന്യായം. അതിനെതിരെ കൗൺസിലിൽ ഒരു അറിയിപ്പ് നൽകാതെയാണ് ഇവർ അപ്പീൽ പോയിട്ടുള്ളത്. ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ചേംബറിൽ നിന്നും പുറത്തു കടക്കാനുള്ള മേയറുടെ ശ്രമം പ്രതിപക്ഷം തടഞ്ഞതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഭരണപക്ഷാംഗങ്ങളുടെയും പോലീസിന്റെയും സംരക്ഷണയിൽ മേയർ പുറത്തു കടക്കാൻ ശ്രമിച്ചതോടെ പോലീസും പ്രതിപക്ഷ കൗൺസിലർമാരും തമ്മിൽ ഉന്തും തള്ളുമായി. സംഘർഷത്തിൽ പ്രതിപക്ഷാംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുകേഷ് കൂളപ്പറമ്പിൽ നിലത്ത് വീണു. ഒടുവിൽ പുറത്തു കടന്ന മേയർ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചു. നികുതി പിരിവ് നടത്താതെ കോർപ്പറേഷന് ബാധ്യത ഉണ്ടാക്കിയത് മുൻ UDF ഭരണസമിതിയാണെന്നും അതിന്റെ ഉത്തരവാദിത്തം മറയ്ക്കാനാണ് ഇത് സംബന്ധിച്ച അജണ്ട ചർച്ച ചെയ്യാതെ പ്രതിപക്ഷം രാഷ്ട്രീയ നാടകം കളിക്കുന്നതെന്നും മേയർ കുറ്റപ്പെടുത്തി. മുൻ മേയറായ IP പോൾ, രാജൻ J പല്ലൻ എന്നിവരുടെ കാലത്ത് ടാക്സേഷൻ നടപടി പൂർത്തീകരിക്കാതെ, അതായത് 13/11/2013 56 നമ്പർ കൗൺസിൽ തീരുമാനപ്രകാരം അന്തിമ വിജ്ഞാപനം പത്രപരസ്യം ചെയ്തിട്ടില്ലാത്തതാണ്. ഇതിന്റെ ഭാഗമായി ഹൈക്കോടതി വിധി പ്രകാരം 198 പേർക്ക് നികുതി പിരിക്കാൻ പാടില്ല എന്ന് ഉത്തരവായിട്ടുണ്ട്. ഈ ഉത്തരവ് പ്രകാരം കോടികളുടെ നഷ്ടം കോർപ്പറേഷന് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികളെ കണ്ടുപിടിക്കണമെന്ന് കൗൺസിലിൽ മേയർ എന്ന നിലയിൽ ഞാൻ പ്രത്യേക കുറിപ്പ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തുക എന്നതാണ് ഈ അലങ്കോലപ്പെടുത്തലിന്റെ അജണ്ട. നിയമപരമായ നടപടി പ്രകാരം ഈ ഉത്തരവാദികൾ നിന്ന് തന്നെ ഈടാക്കുന്നതാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാനാണ് ഇന്നത്തെ കൗൺസിലിൽ നടന്ന ഈ കപട നാടകം. അപകടാവസ്ഥയിലായ 271 കെട്ടിടങ്ങളുടെ കാര്യത്തിലെ ഉദ്യോഗസ്ഥ നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് അടുത്ത കൗൺസിലിൽ സമർപ്പിക്കാൻ മേയർ നിർദ്ദേശിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മേയർ അറിയിച്ചു. അതേസമയം കോർപ്പറേഷനുള്ളിൽ വൈദ്യുതി വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണത് കുറ്റകരമായ അനാസ്ഥയ്ക്ക് ഉദാഹരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. TCV തൃശൂർ.